അപ്പോൾ നടുറോഡിൽ KSRTC ബസ് തടഞ്ഞതിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഡ്രൈവർ ഋതു ഇന്ന് DGPക്ക് പരാതി നൽകും. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരത്തെ പരാതി നൽകിയതാണ്. സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് ഇന്ന് തുടർ നടപടി സ്വീകരിക്കും. ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതൊരു റോഡിലെ തർക്കം, ചോദ്യം ചെയ്യൽ എന്നതിൽ നിന്നൊക്കെ മാറി രാഷ്ട്രീയ മാനങ്ങളും അല്ലാത്തതൊക്കെ ഉള്ള വലിയ ചർച്ചാ വിഷയമാകുന്ന പുതിയ മാനങ്ങളിലേക്ക് പോകുന്ന ഒരു കേസായി പരിണമിച്ചു. ജയശങ്കർ, അതായത് ഗുഡ് മോർണിംഗ് ആശ്മി, ക്രിസ്റ്റീന. എന്തായാലും റോഡിലെ ബസ് തടയൽ കഴിഞ്ഞ 3 ദിവസമായി തലസ്ഥാനത്തും സംസ്ഥാനത്താകെയും വലിയ ചർച്ചാ വിഷയമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടരുമെന്നാണ് KSRTC ഡ്രൈവർ ഇത് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷനും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിരുന്നു. ഈ ആര്യ രാജേന്ദ്രനെതിരെയും സച്ചിൻ ദേവിനെതിരെയും കേസെടുക്കണമെന്നതാണ് ഇതിൻ്റെ ആവശ്യം. എന്തായാലും ഇന്ന് DGPക്കും സമാനമായ രീതിയിലുള്ള പരാതി നൽകും. ഈ പരാതികളിലൊന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ മാത്രം കോടതിയെ സമീപിക്കാമെന്നാണ് ഇതിൻ്റെ നിലവിലെ നിലപാട്. എന്തായാലും പോലീസ് കേസെടുക്കുമോ ഇല്ലയോ എന്നത് കണ്ടറിയാം. കണ്ടോൺമെന്റ് പോലീസ് നിലവിൽ കേസെടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലാണുള്ളത്. മുകളിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഉൾപ്പെടെ ഇന്നറിയാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെ ആര്യ രാജേന്ദ്രനെതിരെ പിന്തുണച്ചും എതിർത്തുകൊണ്ടും നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ വലിയ സൈബർ ആക്രമണം നേരിടുന്നു എന്നാണ് മേയർ പറയുന്നത്. മേയറുടെ ഔദ്യോഗിക നമ്പറിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വളരെ മോശമായ രീതിയിലുള്ള പല പോസ്റ്റുകളും പല മെസ്സേജുകളും എത്തി. ഇതുമായി ബന്ധപ്പെട്ട് മേയർ ഇന്നലെ നൽകിയ പരാതി മ്യൂസിയം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതിൽ ഇന്ന് കേസെടുത്തേക്കും. ഇതുമായി ബന്ധപ്പെട്ട് മേയർ നൽകിയ തെളിവുകൾ ഉൾപ്പെടെ സൈബർ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ വിഷയത്തിലും കേസുണ്ടാവും. ഒപ്പം തന്നെ KSRTCയുമായി ബന്ധപ്പെട്ട് KSRTC ഈ ഡ്രൈവർക്കെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത്. KSRTC ബസ്സുമായി ബന്ധപ്പെട്ട ബസ്സിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസുമായി സഹകരിച്ച് നിലവിൽ പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ 3 ദിവസമായി ഈ വിവാദം മുമ്പോട്ട് പോവുകയാണ്. ഇനിയും വരും ദിവസങ്ങളിലും ഇത് ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. കാരണം പ്രതിപക്ഷം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. KSRTCയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ TDF കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു. അവരും ഈ വിഷയത്തിൽ യദുവിന് നീതി കിട്ടുന്നവരെ പ്രതിഷേധം തുടരുമെന്നൊരു നിലപാടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇതിൻ്റെ അലയൊലികൾ തലസ്ഥാനത്തുണ്ടാകും. ഇതിനിടെ മേയർ വളരെ വൈകാരികമായാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. താൻ സ്ത്രീകൾക്ക് വേണ്ടിയാണ്, ഇത്തരം പ്രശ്നങ്ങൾ നേരിടക്ക് വേണ്ടി കൂടിയാണ് സംസാരിച്ചതെന്നാണ് മേയറുടെ ഒരു നിലപാട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇനി എന്ത് ചെയ്യും എന്നുള്ളത് തന്നെയാണ് വലിയ ആകാംക്ഷ. യദുവിൻ്റെ പരാതിയിൽ കേസെടുക്കുമോ അതോ യദുവിന് കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് മെയ് ദിനമാണ്. സർക്കാർ ഓഫീസുകൾക്ക് അവധിയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നീക്കങ്ങളെല്ലാം തന്നെ നിർണായകവുമാണ്. ഹാഷ്മി. യെസ്, ജയശങ്കറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി.